കണ്ണൂർ ജില്ലയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ കാഞ്ഞങ്ങോട് പുഴയുടെ തീരത്തുള്ള കാർഷിക ഗ്രാമമാണ് ജോസ്ഗിരി. കർണാടക വനത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം പയ്യന്നൂർ താലൂക്കിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2300 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാമങ്ങളിലൊന്നാണിത്. സാഹസിക യാത്രികരുടെ പർദീസ് എന്ന വിശേഷണവും ജോസ്ഗിരിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ് വഴി ആലക്കോട് ഉദയഗിരി റൂട്ടിലൂടെ ജോസ്ഗിരിയിലെത്താം. തണുത്ത കാറ്റാണ് സഞ്ചാരികളെ ഇവിടത്തേക്ക് ആകർഷിക്കുന്നത്. ചുട്ടുകൊള്ളുന്ന നട്ടുച്ചയിലും ഇവിടുത്തെ കാറ്റിന് മഞ്ഞിന്റെ തണുപ്പുണ്ട്. തൊട്ടപ്പുറത്ത് കർണാടക വനങ്ങളും മനോഹര കാഴ്ചകളൊരുക്കുന്ന മലനിരകളും പുഴയും കൃഷിയിടങ്ങളും കാണാം. മെനാസ്റ്റോറ മലബാറിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന അതിരാണി ഉൾപ്പെടെയുള്ള ധാരാളം കാട്ടുപൂച്ചെടികളും ഔഷധ സസ്യങ്ങളും ഇവിടെ തഴച്ചു വളരുന്നത് കാണാം. മൂടൽമഞ്ഞ് പുതച്ച താഴ്വരകളും സമൃദ്ധമായ പച്ചപ്പുള്ള പ്രകൃതി രമണീയമായ അന്തരീക്ഷവും സഞ്ചാരികളെ വശീകരിക്കുന്നതാണ്. 1950-60 കാലഘട്ടത്തിൽ കോട്ടയം ജില്ലയിലെ പാലയിൽ നിന്നെത്തിയ കുടിയേറ്റ കർഷകർ കാട് വെട്ടിത്തെളിച്ച് കൃഷിയിറക്കി ജനവാസയോഗ്യമാക്കിയ മുതുവള്ളിത്തട്ട് എന്ന പ്രദേശമാണ് പിന്നീട് ജോസ്ഗിരിയായത്. ജോസ്ഗിരിയിൽ നിന്ന് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനെറ്റിക്കല്ലിലെത്താം. ജോസ്ഗിരിയിലെ തിരുനെറ്റിക്കല്ല് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. മുഖാമുഖം നിൽക്കുന്ന 2 വലിയ പാറക്കല്ലുകളും കുന്നിനെ മുഴുവൻ മൂടുന്ന കോടമഞ്ഞുമാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് മാടി വിളിക്കുന്നത്. കൂറ്റൻ പാറക്കല്ലിന്റെ മുകളിലേക്ക് കയറാൻ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഗോവണി സ്ഥാപിച്ചിട്ടുണ്ട്. കല്ലിന് മുകളിൽ കയറി നിന്ന് നോക്കിയാൽ അകലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ ചില പട്ടണങ്ങളും മലയോര ഗ്രാമങ്ങളും കർണാടക വനപ്രദേശങ്ങളും കാണാം. പടിഞ്ഞാറ് ഏഴിമലയും അറബിക്കടലും, കിഴക്കു ഭാഗത്ത് കോടമഞ്ഞ് പൊതിഞ്ഞ ഇന്ത്യയുടെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന കർണാടകയിലെ ഭാഗമണ്ഡലയും തലക്കാവേരിയും പച്ചവിരിച്ച കണ്ണൂരിന്റെ നാട്ടുകാഴ്ചകളും കൺമുന്നിലെത്തും. വർണ്ണനകൾക്ക് അപ്പുറമാണ് പ്രകൃതി ഒരുക്കിയ ഈ ദൃശ്യവിസ്മയങ്ങൾ. മൂടൽമഞ്ഞ് കാഴ്ചയെ മറയ്ക്കുമെങ്കിലും ഹൃദ്യമായ കാലാവസ്ഥയും നയനാനന്ദകരമായ കാഴ്ചകളും അതിശയം പകരുന്ന സംയോജനമാണ് ഇവിടെ എത്തിയാൽ അനുഭവപ്പെടുക. വീതി കുറഞ്ഞ വഴികളും കുത്തനെയുള്ള കയറ്റവും തിരുനെറ്റിക്കല്ലിലേക്കുള്ള ട്രക്കിംഗ് സാഹസികത നിറഞ്ഞ ആവേശകരമായ അനുഭവമാക്കുന്നു. ട്രക്കിംഗ് പ്രേമികൾക്കും ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ഇത് ഏറെ ഉല്ലാസകരമാണ്. തിരുനെറ്റിക്കല്ലിൽ നിന്ന് മറ്റൊരു വഴിയിലൂടെ കുന്നിറങ്ങിയാൽ മലഞ്ചെരിവിലെ പാറക്കെട്ടിനിടയിൽ ഒരു ഗുഹ കാണാം. 30 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇതിനകത്ത് ആൾതാമസം ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. അകത്ത് കയറിയാൽ മുറികൾ പോലെ തോന്നിപ്പിക്കുന്ന 2 അറകളും ഭക്ഷണം പാകം ചെയ്ത ലക്ഷണങ്ങളും കാണാം. നഗരത്തിൽ നിന്ന് വരുന്നവർക്ക് ഈ കാഴ്ചകൾ തീർച്ചയായും പുതിയ അനുഭവമാകും. വിനോദസഞ്ചാരികളുടെ തിരക്ക് കണക്കിലെടുത്ത് ഉദയഗിരി ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതികളുടെ മേൽനോട്ടത്തിൽ സന്ദർശകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശവാസികളും സന്ദർശകർക്ക് വേണ്ടി വിശ്രമ കേന്ദ്രങ്ങളും ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. മലമുകളിൽ ടെന്റിൽ താമസിക്കാനുള്ള സൗകര്യവും ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.